പട്ടി പട്ടി അമ്മ ഒരു മിനിറ്റ്. ആരടി നോക്കണേ? പിങ്കി പിങ്കി അവൾ അവിടെ വല്ലതും ഉണ്ടോ നോക്കിയത്. പിങ്കി വന്ന എന്ത് കുഴപ്പം? ഇത് വല്ലാത്ത വയ്യാവരിയാണ്. അവളാ? അയ്യോ അതല്ല, പിന്നെ പട്ടികള്. എന്തോ നീയും പക്ഷെ ആ പട്ടികൾ വല്ലതും കടിച്ചാ എന്ത് ചെയ്യും? ഒന്നാമത് ഇതിന്റെയൊക്കെ സ്വഭാവം എപ്പ മാറണമെന്ന് പറയാൻ പറ്റൂല. അമ്മ കേട്ടിട്ടില്ലേ പത്രത്തില് പട്ടി പിന്നെ വൃദ്ധ പട്ടി കടിച്ചു, ഉറങ്ങി കിടക്കണ കുട്ടിയെ പട്ടി കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പേടിപ്പിക്കല്ലേ? ഞാൻ പേടിപ്പിച്ചല്ല, ഉള്ള കാര്യം ഞാൻ പറയാണ്. ഇതെങ്ങനെങ്കിലും ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. എന്തോ ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യാൻ പറ്റും. അച്ഛൻ വരണം. അച്ഛൻ വരണം. അല്ല ഇവള് പറയായിരുന്നേ ആ പട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കണമെന്ന്. പട്ടികളെ ഒഴിവാക്കാനാ? അവള് കേക്കണ്ട, നിന്നെ അടിച്ചു കൊല്ലും. അവൾക്ക് പ്രാന്താണ് പട്ടി എന്ന് പറഞ്ഞ. പട്ടിന്നല്ല, പട്ടി പൂച്ച പക്ഷികളെല്ലാം അവൾക്ക് അറിയാലോ. അവൾക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ സംഭവം ഇവള് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇവള് പറഞ്ഞെന്താ അറിയോ, ഈ അടുക്കളയിലൊക്കെ കയറി വന്ന് കടിക്കുമെല്ലാം ചെയ്ത് എന്ത് ചെയ്യും? അടുക്കള കയറി പട്ടി കടിക്കും? അച്ഛാ ഈ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഈ വീട്ടിൽ കയറ്റി ഈ വീട്ടിൽ കയറ്റി വളർത്താൻ കൊള്ളാത്ത പട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് പേ ഉണ്ടോന്ന് പോലും അറിയില്ല. അവള് പറഞ്ഞില്ലേ അതിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാന്ന്. പിന്നെ എങ്ങനെ പേ പിടിക്കും? എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കും പറ. ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകണം. വണ്ടി ഇപ്പൊ അതിന് ഓട്ടോ കയറ്റും. അല്ലെങ്കിലേ ഇപ്പം നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞാൽ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ കമ്പൗണ്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുക്കും. അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. അച്ഛ അവളെ സെറ്റിലാണോ? ഞാൻ ചോദിക്കട്ടെ. അവൾക്ക് അതിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഒന്നാമത് ഇപ്പൊ അവൾ ആ പട്ടിയായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ആവശ്യമില്ലാതെ ഓരോ വയ്യാ വേലുകൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് പെണ്ണ്. ഈ കൂടുതൽ പട്ടികളായിട്ട് അടുക്കുമ്പോഴേ അതിന്റെ കുറെ ടീമുകൾ കാണും പട്ടികൾക്ക്. അതും കൂടി ഇവിടെ എടുത്തോണ്ട് വരും. അപ്പൊ നന്നായിരിക്കും. പ്രശ്നമാവും കേട്ടോ. എന്തോന്ന് വെച്ചാ? എന്തോ നോക്കണേ? പട്ടികൾ അടുക്കള കയറി വന്നതല്ല വിശന്നിട്ട്. ഇനി അങ്ങനെ കയറി വരും വീട്ടിനകത്ത്? പിന്നെ അല്ലാതെ ശരിക്കും പേടിപ്പിക്കണൊന്നും അല്ല. ഒന്നാമത് ഞാൻ രാവിലെ ജിമ്മിൽ അങ്ങ് പോകും, അച്ഛൻ ഓഫീസിൽ, അവള് പഠിക്കാനെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. പേടിപ്പിക്കില്ലേ? നോക്ക് ഇവള് പേടിപ്പിക്കണേ. പേടിപ്പിക്കുന്നല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അയ്യോ നീ പറഞ്ഞേ? ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. കൊല്ലാനാ? ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം. എങ്ങനെ? നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ കൂടെ നിൽക്കാം. നീ എന്തോ ചെയ്യണ്ടെന്ന് പറ. ഞാൻ പറയാം. ഞാൻ നിങ്ങളെ നിർബന്ധം കാര്യം നിൽക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവസാനം എന്റെ തലയെ കൊണ്ട് വെക്കല്. രവിയേട്ടാ അവളുടെ കാര്യം എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അപകടമൊക്കെ മനസ്സിലാവണില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഒന്നും തലയെ കൊണ്ട് വെക്കൂല. അപ്പൊ ഒന്ന് കൂടെ വന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പാവമാണ് അവള്. ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ആവശ്യമില്ല, റിസ്ക് ആണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പട്ടിയെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം അവൾക്ക്. അങ്ങനെ പറയാം. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. വാ നീ പറ എന്തോ ചെയ്യണം. വാ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ.